ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പുട്ട് തയ്യാറാക്കിയാലോ. വെയിറ്റ് ലോസ് നോക്കുന്നവർക്കും ഡയബറ്റീസുകാർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള പുട്ടാണ്. ഓട്സ് പുട്ടാണ് നമ്മളൊന്ന് തയ്യാറാക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഓട്സ് പുട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഓട്സ് എടുത്തിട്ടുണ്ട്. ഏത് ടൈപ്പിലുള്ള ഓട്സ് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് തേങ്ങ. ആദ്യം നമുക്ക് ഈ ഓട്സ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് ഓട്സാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് എടുക്കാം. ഇത് നിങ്ങൾക്ക് ആദ്യം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം നനച്ചെടുത്താലും മതി. ഞാനിവിടെ നനച്ചെടുത്തതിന് ശേഷമാണ് ഒന്ന് പൊടിച്ചെടുക്കുന്നത്. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് നനച്ചെടുക്കാം. ഇതിൻ്റെ പാകം അറിയുന്നത് കുറച്ച് മാവെടുത്ത് ഇതുപോലെ കയ്യിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് കിട്ടും. ഇതാണ് ഇതിൻ്റെ പരുവം. ഇനി നിങ്ങൾക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെങ്കിൽ ഒരു 5-10 മിനിറ്റ് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം പൊടിച്ചെടുത്താലും മതി. ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കുകയാണ്. ഒട്ടും വെള്ളത്തിൻ്റെ അംശമില്ലാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാർ എടുക്കുക. ഞാൻ ഇവിടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കിട്ട് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണ്ട, 1-2 തവണ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഓട്സ് പുട്ടിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്കിതിലേക്ക് തേങ്ങ ഇടാൻ താല്പര്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയും കൂടെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പുട്ട് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഞാൻ ഇവിടെ പുട്ടുകുടത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുകുറ്റിയിൽ ചില്ലിട്ടതിന് ശേഷം കുറച്ച് തേങ്ങ മാവ് അങ്ങനെ ഫില്ലാക്കി എടുക്കാം. അതൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ. ഇനി നമുക്ക് ഇതൊന്ന് ആവിയേറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ആവിയേറ്റിയെടുത്താൽ മതി. ഇത് ആവി വന്ന് ഉടനെ എടുക്കണ്ട. ആവി വന്നതിന് ശേഷം 1-2 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം മാത്രം എടുത്താൽ മതി. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള നല്ല മണവും ഗുണവും ഒക്കെ ഉള്ള ഓട്സ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കും.